പിന്നെ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ, GD കോൺസ്റ്റബിൾ 2022 നടന്ന പരീക്ഷ. അതിൻ്റെ എക്സാം ഡേറ്റ് 12/1/2023 9 തൊട്ട് 10 വരെയുള്ള എന്താ ഷിഫ്റ്റ് 1. പിന്നെ മാത്സ് ഫുള്ള് സോൾവ് ചെയ്യാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഇതിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 3/4 ടൈംസ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ കോസ്റ്റ് പ്രൈസ് 3 ആയിട്ട് എടുത്തോളുക. അപ്പം സെല്ലിംഗ് പ്രൈസ് എത്രയാണ് 4 വരും. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ 3/4 ഓഫ് ദ കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം സോറി അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ 4/3 ഓഫ് കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് നമുക്കെന്താ ഇൻറ്റു 3 ആയിട്ട് എടുക്കാം. അപ്പോൾ 3യും 3യും വെട്ടിപ്പോയിട്ട് സെല്ലിംഗ് പ്രൈസ് 4 എന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ ഡിനോമിനേറ്റർ വരുന്ന സാധനം തന്നെ ഇവിടെ നമുക്ക് തന്നേക്കുന്ന കോസ്റ്റ് പ്രൈസോ സെല്ലിംഗ് പ്രൈസോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതും ഇവിടെ വെട്ടിപ്പോയിട്ട് എന്താ ഈ സെല്ലിംഗ് പ്രൈസ് എന്നുള്ള 4 തന്നെ കിട്ടും. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് 3 എന്ന് എടുത്തുകൊള്ളൂ, അസംഷനാണ്. അപ്പോൾ ഇത് 3 എന്നുള്ള 4 1 രൂപ ലാഭം കിട്ടി. എത്രയില്ല 3 ഇൻറ്റു 100 ചെയ്തോളാം. അപ്പോൾ എത്ര 33.33% അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 6750 അതിൻ്റെ LCM എന്ന് പറയുന്നത് 450. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഈസ് ഈക്വൽ ടു ദർ HCF, അങ്ങനെയാണെങ്കിൽ സ്മോളർ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എന്താ പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സാണ്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നേക്കുന്നത് 6750. പിന്നെന്താണ് LCMൻ്റെ ഒരെണ്ണം തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്, അത് എത്രയാണ് 450. അപ്പം HCF കണ്ടുപിടിക്കാൻ പറ്റും. ഈ 450 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 0 വെട്ടിപ്പോയി. HCF എന്നുള്ള എത്രയാണ് 15 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്താ A-B തന്നിട്ടുണ്ട്. A-B എന്ന് പറയുന്നത് HCF തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, 15 പറഞ്ഞിരിക്കുന്നത്. AB-യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ് 6750 എന്നുള്ളത്. ഇതിനകത്ത് നിന്ന് B അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് A കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കുമ്പം അതായത് A = എന്ന് എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്, ഈ -B ഇപ്പുറത്തേക്ക് പോകും. അപ്പം +B ആവും. അപ്പം A എന്ന് പറയുന്നത് 15 + B ആവും. ഈ Aക്കകത്ത് ഞാൻ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. അതായത് 15 + B = B × 6750. ഇനി ഇത് ചെയ്യുമ്പോൾ അതായത് ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് വരും. അപ്പോൾ അത് ചെയ്യാൻ പാടാം. അപ്പം നമുക്ക് ഓപ്ഷനോട്ട് പോവാം. ഫൈൻഡ് ദ സ്മോളർ നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സ്മോളർ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ പെയർ നമ്പർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു 15 കൂട്ടണം. അപ്പം 150 10 165 വരും. അതുപോലെ ഇതിൻ്റെ ഹയർ നമ്പർ എന്ന് പറയുമ്പോൾ 75 10 85 90 വരും. അതുപോലെ 120 10 135 വരും. അതുപോലെ ഇതിൻ്റെ ഹയർ നമ്പർ എന്ന് പറയുമ്പോൾ 90 10 100 105 വരും. ഇനി ഇതിനകത്ത് ഏത് നമ്പറിൻ്റെ LCM 450 ആവുകയും വേണം. അതിൻ്റെ പ്രോഡക്റ്റ് 6750 ആവണം. അപ്പോൾ ഇവിടെ 150ൻ്റെ 165ൻ്റെ LCM എന്തായാലും 450 വരത്തില്ല. 75ൻ്റെ 90ൻ്റെ LCM 450 വരും. 120ൻ്റെ 135ൻ്റെ LCM 450 വരത്തില്ല. 90ൻ്റെ 105ൻ്റെ 450 വരത്തില്ല. അപ്പോൾ 75 90ൻ്റെ LCM 450 വരും. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എത്രയാണ് 6750 വരുമെന്ന് വെച്ചാൽ അതും വരുന്നുണ്ട്. അപ്പോൾ Aയും Bയും 75ഉം 90ഉമാണ്. അതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാ 75 ഉത്തരം വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് X എന്ന് പറഞ്ഞ ലിഫ്റ്റും ഉണ്ട്, Y എന്ന് പറഞ്ഞ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റ് മുകളിലോട്ട് പോവുക, അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 ഫ്ലോർ/മിനിറ്റ് ആണ്. അതുപോലെ Y എന്ന് പറഞ്ഞ ലിഫ്റ്റ് 50th ഫ്ലോറിൽ നിന്ന് താഴോട്ട് വരിക.
ആ ലിഫ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 45 ഫ്ലോസ് പെർ മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേരും കൂടെ അറ്റ് വിച്ച് ഫ്ലോർ വിൽ ദ പാത്ത് ക്രോസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ റിലേറ്റീവ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ. ബസ്സും ട്രെയിനും ഒക്കെ മാറി ലിഫ്റ്റായെന്നേ ഉള്ളൂ. അപ്പം ടൈം കാണാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ എന്താണ്? റിലേറ്റീവ് സ്പീഡ്. ഇവിടെ റിലേറ്റീവ് സ്പീഡ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നുണ്ട്. 30ഉം 45ഉം കൂട്ടും 4 3 7 75 75 ഫ്ലോർ പെർ മിനിറ്റാണ് സ്പീഡ് വരുന്നത്. അതുപോലെ നമുക്ക് എന്താ ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം. എന്താ എക്സ് ഗെറ്റ്സ് ഓൺ എ ലിഫ്റ്റ് അറ്റ് ദ ഗ്രൗണ്ട് ഫ്ലോർ. അതായത് എക്സ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തുടങ്ങുന്നത്, വൈ എന്താണ് 50th ഫ്ലോറിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പം അവർ തമ്മിലുള്ള ഫ്ലോറിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 50 എന്ന് വരും. അപ്പോൾ ഇവർ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂടെ 25 കൊണ്ട് വെട്ടുമ്പോൾ 2/3 എന്ന് വരും. 2/3 മിനിറ്റ് കൊണ്ട് ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് മിനിറ്റിലുള്ള ചോദിച്ചേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഏത് ഫ്ലോർ എത്തുമ്പോഴാണ് അവർ കൂട്ടിമുട്ടുന്നത്. അപ്പോൾ 2/3 മിനിറ്റ് കൊണ്ട് ഈ ആദ്യത്തെ ലിഫ്റ്റ് എത്ര ഫ്ലോർ കവർ ചെയ്ത് നോക്കിയാൽ പോലെ ആ ഫ്ലോറിൽ വെച്ചായിരിക്കും അവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നതല്ല ക്രോസ് ചെയ്യുന്നത്. അപ്പം മുകളിലോട്ട് പോകുന്ന ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 30 ഫ്ലോർ പെർ മിനിറ്റ് ആണ്. അത് ഇൻറ്റു ആ 30 ഫ്ലോർ പെർ മിനിറ്റിൽ പോകുന്ന ഈ 2/3 മിനിറ്റിൽ എത്ര ഫ്ലോർ കവർ ചെയ്യും? അപ്പം 20ാമത്തെ ഫ്ലോർ എത്തുമ്പോഴായിരിക്കും അവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നത്. സാധാരണ ക്വസ്റ്റ്യനിൽ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ടൈമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പം നമ്മളോട് ഫ്ലോർ ചോദിച്ചിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലോറിന് പകരം ഡിസ്റ്റൻസ് ചോദിച്ചെങ്കിലും ആ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യണമെങ്കിൽ എത്രാമത്തെ ഡിസ്റ്റൻസിൽ അവർ ക്രോസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇവിടെ 20ാമത്തെ ക്വസ്റ്റ്യനില്ല, 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് വൺ ഓഫ് ദ ഗിവൺ പേഴ്സ് ഫോം എ കോപ്രൈം നമ്പേഴ്സ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 2 നമ്പർ കോപ്രൈം ആവണമെങ്കിൽ എന്താ വേണ്ടത്? ആ 2 നമ്പറിൻ്റെ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഡിവൈസർ 1 ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ 21ഉം 42ഉം കോപ്രൈം അല്ല. കാരണം എന്താ? 7 3s are 21ഉം അതുപോലെ 6 7 42 വരും. അപ്പോൾ ഇത് രണ്ടും ഇത് 7ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൂടാതെ 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും കോപ്രൈം അല്ല. 9ഉം 63ഉം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും രണ്ടും 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് 21 × 3 ചെയ്യുമ്പോഴാണ് 63 വരുന്നത്. അപ്പം ആ ഓപ്ഷൻ രണ്ടും അല്ല. പിന്നെ 36ഉം 15ഉം അതും 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. പിന്നെ 11 23 അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ഒന്നുമില്ല. 11 × 2 ചെയ്യുമ്പോൾ മാത്രമേ 22 വരുന്നുള്ളൂ. വേറെ ഇതിനിടയ്ക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഒന്നുമില്ല. ആകെ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ഉത്തരം, 4ാമത്തെ ഓപ്ഷൻ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും ഒരു കാർ വാങ്ങിച്ചു. എത്രയാണ്? 5,60,60,000 അല്ലേ? 10 100 1000 10000 ലക്ഷം. അപ്പോൾ 5,60,60,000 രൂപയ്ക്ക് കാർ വാങ്ങിച്ചു. പുള്ളി അത് കുറച്ച് പൈസ മുടക്കി പണിതു. അത് കഴിഞ്ഞ് 6,40,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ കാർ എത്രയാണെന്ന് ചോദിച്ചേക്കും. അപ്പം 5,60,60,000 കൂടെ 40 കൂടി, പിന്നെ ഒരു 40 കൂടി, മൊത്തം 80,000 രൂപ കൂടി. എത്രയല്ല കൂടിയേ? 5,60,60,000 ഇൻറ്റു 100 ചെയ്തോളാം. അപ്പം 0 വെട്ടിപ്പോയി 7 8 56 വരും. അപ്പം 7 ഇവിടെ വരും, മുകളിൽ 2 പോയിട്ട് കൊടുക്കണം. അപ്പം 100/7% കൂടും. ഓപ്ഷൻ 2. അപ്പോൾ ഇവിടെ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ?
ഒരു നമ്പർ 200 നിന്ന് 150 ആക്കി. ഫൈൻഡ് ഡിക്രീസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 50 കുറഞ്ഞു, എത്രയില്ല 200 ഇൻറ്റു 100, 25% കുറഞ്ഞത്. ഓപ്ഷൻ എ. ശരി, ഇതൊക്കെ എന്താ ലോട്ടറി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വന്നാൽ ഒരു 20 സെക്കൻഡ് ഉണ്ടോ 15 സെക്കൻഡ് കൊണ്ട് ആൻസർ ഇട്ട് പോകാം. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ഡസൺ നിക്കർ, അതായത് 12 എണ്ണത്തിന് എത്ര 5000 രൂപയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിലെ കടക്കാരൻ എത്രയാണ് 16% ഡിസ്കൗണ്ട് കൊടുക്കും. ഇൻറ്റു 16/100 ചെയ്യുമ്പോൾ എത്രയാണ്? 800 രൂപ കുറയും. ഇതെന്ന് പറയുന്നത് 800 കിട്ടും. 800 രൂപ കുറഞ്ഞ് 4200 രൂപയാകും. അപ്പോൾ 12 എണ്ണത്തിൻ്റെ വില 4200 രൂപയാകും. ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 4200 രൂപയ്ക്ക് 12 എണ്ണം വാങ്ങാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എത്രയാണ്? 2100 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടും? 6 എണ്ണം കിട്ടും. അതാണ് ഉത്തരം. ഓപ്ഷൻ 4, 6 എണ്ണം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ അത് മാർക്ക് ദ പ്രൈസ് ഓഫ് എ ഫാൻ എന്ന് പറയുന്നത് 25% കൂടുതലാണ് കോസ്റ്റ് പ്രൈസിനേക്കാളും. പിന്നെന്താ ഡിസ്കൗണ്ട് 12% കൊടുക്കുന്നതെങ്കിൽ ദെൻ ദ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആദ്യം എന്താ ഡിസ്കൗണ്ട് കൊടുക്കുന്ന 12%. അപ്പോൾ 12/100 എടുക്കുമ്പോൾ എത്രയാണ്? 6/50, 3/25. അപ്പം 25 രൂപയുടെ സാധനം 25 രൂപ മാർക്ക് ചെയ്തതിൽ സെല്ലിംഗ് പ്രൈസ് എത്ര? 25-ന് 3/22. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25% മോർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 25% നമ്മൾ ഫ്രാക്ഷണൽ ഫോം എഴുതുമ്പം 1/4 ആണ്. കോസ്റ്റ് പ്രൈസ് 4 എടുക്കുമ്പം ആ ഒന്നുകൂടി 5 എന്താ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഇനി എന്താണ് ഈ മാർക്കറ്റ് പ്രൈസിന് 2 റേഷ്യോ വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പം ഒരെണ്ണത്തിന് ഒരു വാല്യൂ ആക്കണം. അതിന് ഇൻറ്റു 5 ചെയ്യണം. ആ ഇൻറ്റു 5 ഇവിടെയും ചെയ്യണം. അപ്പം ഇവിടെ 25 വരും, ഇവിടെ 22 വരും, ഇവിടെ 20 വരും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ദെൻ ദ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 2 രൂപ ഇവിടെ ലാഭം കിട്ടുന്നുണ്ട്. കോസ്റ്റ് പ്രൈസിൽ 20 ഇൻറ്റു 100, അപ്പം 10% വരും. ഓപ്ഷൻ 4 അതാണ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? 3:5 വാല്യൂ വന്നിട്ടുണ്ട്. 3:5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നത്? എത്രയാണ്? x:75. അപ്പം ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് വന്നേക്കുന്നത്. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 5x = 3 ഇൻറ്റു 75 എന്ന് വരും. 5ഉം 75 കൂടെ വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 15 വരും. 3 ഇൻറ്റു 15 ചെയ്യുമ്പോൾ എത്രയാണ്? 45 ഉത്തരം വരും. ഓപ്ഷൻ 2. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് ഡയഗണൽ എന്ന് പറയുന്നത് എത്രയാണ്? 6√3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആ ക്യൂബിൻ്റെ തന്നെ വോളിയം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 A എന്ന് പറയുന്നതാണ് എന്താ 6√3 എന്ന് തന്നേക്കുന്നത്. ഈ A എന്ന് പറയുന്ന ഒരു സൈഡാണ്. ഇവിടെ എന്താ √3 വെട്ടിപ്പോയി. A എന്ന് പറയുന്നത് =6 എന്ന് കിട്ടും. ഇനി വോളിയം ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? A ക്യൂബാണ്. അപ്പം 6 ക്യൂബ് വരും. 6 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 260. ഓപ്ഷൻ 3 ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ 2 അത്ലറ്റ്സിൻ്റെ കാര്യം പറയുന്നത്, എയും ബിയും. അവരൊരു സർക്കുലർ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. അത് സെയിം സ്റ്റാർട്ടിങ് പോയിന്റിൽ സെയിം സ്റ്റാർട്ടിങ് ടൈമിലാണ് അവർ ഒന്നിച്ച് തുടങ്ങുന്നത്. പക്ഷേ സ്പീഡ് എന്താണ്? 2 ഡിഫറൻ്റ് ആണ്. ഒന്ന് 9 മീറ്റർ/സെക്കൻഡും ഒന്ന് 6 മീറ്റർ/സെക്കൻഡുമാണ്. അങ്ങനെ ഓടുമ്പം എന്താണ് എത്ര തവണ അവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം നമുക്ക് എന്താ ഇവിടെ സ്പീഡിൻ്റെ റേഷ്യോ എടുക്കാം. അപ്പം 9ഉം 6ഉമാണ് സ്പീഡിൻ്റെ റേഷ്യോ. അത് വെട്ടി ചെറുതാക്കുമ്പോൾ എന്ത് വരും? 3ഉം 2ഉം വരും.
ഇവിടെ എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് 3 + 2 5 ടൈംസ് ഇവർ ക്രോസ് ചെയ്യും. ഇനി സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിൽ 3 - 2 എത്രയാണ് 1 ടൈം ഇവർ ക്രോസ് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഹൗ മെനി ടൈംസ് ദേ മീറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് വൈൽ റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം 3 2 5 ആണ്, 5 തവണ ദേ മീറ്റ് ചെയ്യും. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുമ്പോൾ 5 തവണ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്നാ ചെയ്യണ്ടായി, അത് കണ്ടുപിടിക്കാൻ 1800 ഡിവൈഡഡ് ബൈ 5 എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഇൻറ്റു 1 ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ മീറ്റിംഗ് പോയിൻ്റ് കിട്ടും. അതുപോലെ ഇവിടെ 2 ചെയ്യുവാണെങ്കിൽ രണ്ടാമത്തെ മീറ്റിംഗ് പോയിൻ്റ് കിട്ടും. 3 ചെയ്യുവാണെങ്കിൽ മൂന്നാമത്തെ മീറ്റിംഗ് പോയിൻ്റ് കിട്ടും. 4 ചെയ്യുവാണെങ്കിൽ 4ാമത്തെ മീറ്റിംഗ് പോയിൻ്റ് കിട്ടും. 5 ചെയ്യുവാണെങ്കിൽ 5ാമത്തെ മീറ്റിംഗ് പോയിൻ്റ് കിട്ടും. 5ാമത്തെ മീറ്റിംഗ് പോയിൻ്റ് എന്തായിരിക്കും 1800 തന്നെ ആയിരിക്കും. ഈ ലാസ്റ്റ് മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ പോവാം, 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇവിടെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 3 ക്വാർട്ടർ വുഡ് ബി ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 13,310. ഇഫ് ദ റേറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഈസ് 40 per annum ആൻഡ് കോമ്പൗണ്ടിങ് ഈസ് പെർഫോംഡ് ക്വാർട്ടർലി ആണ്, ഡിറ്റർമൈൻ ദ പ്രസൻറ്റ് വാല്യൂ എത്ര രൂപയിലെന്ന് ചോദിച്ചിരിക്കുന്നത്. 40% പെർ ആനം വരും. ഇത് പെർ ആനമാണ്, പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 40/4 ചെയ്യുമ്പോൾ 10% ഓരോ ക്വാർട്ടറിൽ വരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ക്വാർട്ടറിൽ 10% വെച്ച് എത്ര രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10% നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ എത്രയാണ് 1/10 എന്ന് എഴുതാൻ പറ്റും. അതായത് 10 എന്നുള്ളത് 11 ആവും. അപ്പോൾ ഇത് 3 ക്വാർട്ടറിലേക്ക് ആകുമ്പോൾ എത്രയാവും, raised to 3 ആവും. 10⁻³ വരുമ്പോൾ എത്ര 1000. 11ൻ്റെ ക്യൂബ് എത്ര 1331 ആണ്. 3 തവണ കോമ്പൗണ്ട് ചെയ്യുന്ന കഴിയുമ്പോഴത്തെ കാര്യമാണ് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് 13,310 രൂപ എന്നാണ്. അപ്പോൾ 1331ൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത് 13,310 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താ ഇൻറ്റു 10 ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻറ്റു 10 ചെയ്തോളുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര, ഇതാണ് ഉത്തരം. അപ്പം എന്താണ് ഓപ്ഷൻ 3 ആണ് ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പുള്ളി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന 3 ഈക്വൽ പാർട്സ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ആകാശ് ഗോയിങ് ഫ്രം ഹിസ് ഹോം ടു സ്കൂൾ എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ ടോട്ടൽ ഡിസ്റ്റൻസിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് തിരിക്കുക. അപ്പോൾ ഏതാ 1 2 3. അപ്പോൾ ആദ്യം ഇത്രയും പോയ സ്പീഡ് എത്രയാണ് 5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. രണ്ടാമത് ഇത്രയും പോയ സ്പീഡ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ തന്നിട്ടുണ്ട്. മൂന്നാമത് എടുത്ത സ്പീഡ് 15 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താ കിലോമീറ്റർ പെർ അവറാണ്. ഇവിടെ എന്താ ഈ 5 10 15ൻ്റെ LCM ഞാൻ എടുക്കുക. LCM എടുക്കുമ്പോൾ എനിക്ക് 30 കിട്ടും. നമുക്കെന്താ ഈ 30 കിലോമീറ്ററാണ് ഓരോ ഡിസ്റ്റൻസിൻ്റെയും 30 കിലോമീറ്ററാണ് ഓരോ പാർട്ടിൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ അസംഷൻ വെച്ച് നമ്മൾ ടൈം എന്തോരം ടൈം വരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ നമുക്ക് ടൈം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് കാണാൻ പറ്റത്തുള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കണാണല്ലോ എന്ത് ആവറേജ് സ്പീഡ് വരുന്നത്. ഇവിടെ എന്താ 6 hours വരും. എങ്ങനെയാണ് 30 / 5 ചെയ്യുമ്പോൾ 6 hours വരും. ഇവിടെ ടൈം വരുമ്പോൾ എത്ര 30/10 ചെയ്യുമ്പോൾ 3 hours വരും. ഇവിടെ 30/15 ചെയ്യുമ്പോൾ എത്ര 2 hours വരും. ഇനിയിപ്പം എന്താണ് ഇവിടെ മൊത്തം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 കിലോമീറ്റർ വരും. 90 കിലോമീറ്റർ വരും ഡിവൈഡഡ് ബൈ 5 10 30 hours എന്നും വരും. അയ്യോ 30 hours അല്ല, തെറ്റിപ്പോയി. ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചു. 6 3
9, 9 2 11 വരും. 11 അവേഴ്സ് വരും. അപ്പോൾ 11 8 ചെയ്യുമ്പോൾ എത്രയാണ്? 88 വരുന്നത് മനസ്സിലായി. പിന്നെ എന്താണ്? 2/11 ആണ്. അപ്പോൾ 8 and 2/11 km/h ആണ് ആൻസർ വരുന്നത്. അതേതാ? 8 and 2/11 ഓപ്ഷൻ 3. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് 13ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 12,600 രൂപ 15 ലേബേഴ്സിനും 7 മെൻസിനും 3 വുമൻസിനും 5 ബോയ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 15 ലേബേഴ്സിനകത്ത് എത്ര പേരുണ്ട്? 7 മെന്നും 3 വുമണും 5 ബോയ്സും ഉണ്ട്. അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി തന്നേക്കുന്നത് ഇവരുടെയൊക്കെ റേഷ്യോ വന്നേക്കുന്നത് വുമൺ റിസീവ്സ് 3 times ആസ് മച്ച് ആസ് എ ബോയ്. അപ്പം ബോയ് ഈസ്റ്റ് വുമൺ എന്ന് പറയുന്നത് എത്ര കിട്ടിയിരിക്കുന്നത്? വുമൺസിന് 3:1 കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ റേഷ്യോ എഴുതിക്കുന്നത് ശരിയല്ല. അതായത് വുമൺ റിസീവ്സ് 3 times ആസ് മച്ച് ആസ് എ ബോയ്. അപ്പോൾ ശരിയാണ്. 1:3 വരും. ബോയ് ഈസ്റ്റ് വുമൺ എന്ന് പറയുന്നത് 1:3 വരും. ഇനി ബോയ് ഈസ്റ്റ് മെൻ എന്ന് പറയുന്നത് എത്രയാണ് വന്നേക്കുന്നത്? ആൻഡ് ഈച്ച് മെൻ റിസീവ് 7 times ആസ് മച്ച് ആസ് എ ബോയ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബോയിയുടെ റേഷ്യോ 1:7 വരും. അപ്പം ഇത് ജസ്റ്റ് കൂട്ടിയെടുത്താൽ മതി. അത് കൂട്ടിയെടുക്കാൻ കാരണം എന്താണ്? കാരണം ഇവിടെ ബോയ് ഈസ്റ്റ് വുമൺ 1:3 ബോയ് ഈസ്റ്റ് മെൻ എന്ന് പറയുന്നത് 1:7 ഈ ബോയിയുടെ പാർട്ടിൽ എന്താ 2 1 ആയതുകൊണ്ട് ഈക്വലാക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് എഴുതിയാൽ മതി. അപ്പം 7 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ എത്ര? 7 11 പാർട്ട് വരും. അപ്പോൾ 11 പാർട്ടിൻ്റെ വാല്യൂ ആണ് എന്ത്? 12,600 എന്നുള്ളത്. ഇപ്പം 3ൻ്റെ പാർട്ട് വരുമ്പോൾ എന്തോ ഒരു തെറ്റ് പറ്റില്ലോ. അപ്പോൾ ഇത് തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 12,600 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എന്താ? ഇത് ടോട്ടലാണ്. അതായത് ഇത് ഇവർക്ക് കിട്ടുന്ന ഓരോരുത്തർക്കും കിട്ടുന്നതിൻ്റെ റേഷ്യോ ആണ്. ഓരോരുത്തർക്കും കിട്ടുന്ന പൈസയുടെ റേഷ്യോ ആണ്. ഈച്ച് മെൻ ആണ്. അതായത് ഇഫ് ഈച്ച് വുമൺ റിസീവ്സ് 3 times ആസ് മച്ച് ആസ് എ ബോയ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഒരു ബോയ്ക്ക് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി ഒരു വുമണിന് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഒരു ബോയ്ക്ക് കിട്ടുന്നതിൻ്റെ 7 ഇരട്ടി ഒരു മെന്നിന് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഒരാളുടെ കണക്കാണ്. ഇതങ്ങനെ എത്ര പേരുണ്ട്? ഇവിടെ 7 പേരുണ്ട്. ഇവിടെ എത്രയാണ്? ഇവിടെ 3 പേരുണ്ട്. അല്ല, അവിടെ എല്ലാം 3 പേര്. വുമൻസിനാണ് 3 പേര്. പിന്നെന്താണ്? 5 ബോയ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇൻ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ്? 49 വരും. ഇവിടെ 5 വരും. ഇവിടെ എത്രയാണ്? 6 വരും. ഇതാണ് ടോട്ടൽ. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ്? 49 5 54 54 പിന്നെ തെറ്റിപ്പോയല്ലോ. അതായത് ഇവിടെ 9 വരുന്നത്. 3 × 3 9 അല്ലേ വരുന്നത്. ഇനി ഇത് കൂട്ടിയെടുക്കുമ്പോൾ എത്ര? 49 5 54 54 9 64 മൈനസ് 1 63 വരും. ഈ 63ൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇത്രയും തന്നേക്കുന്നത്. 12,600 തന്നേക്കുന്നത്. ഇത് കണ്ടപ്പം ഒരു കാര്യം മനസ്സിലായി. 63ൻ്റെ ഇരട്ടിയാണ് എൻ്റെ 126. അപ്പോൾ ഇൻറ്റു 200 ചെയ്യുമ്പോഴാണ് എൻ്റെ 12,600 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 അതായത് 9 പാർട്ടിന് എത്രയാണ്? 9 പാർട്ടാണ് വുമണിൻ്റെ ഇത് വരുന്നത്. 9 പാർട്ടിന് എത്രയാണ്? 18,000 രൂപ കിട്ടും. 18,000 അല്ല, 1,800 രൂപ കിട്ടും. 1,800 എന്ന് പറഞ്ഞാൽ 3 വുമൺസിനോട് കൂട്ടിയിട്ട് അത് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 600 രൂപ എന്ന് കിട്ടും. ഈ 600 രൂപയാണ് ഈ വുമണിന് കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ സി 600 ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 50,000 അറ്റ് ദ റേറ്റ് ഓഫ് 6% ആനം. കോമ്പൗണ്ട് എത്ര? ഹാഫ് ഇയർലി ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ 2 years. അത് 6 per annum ആണ് എൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആകുമ്പം എത്രയാണ്? 3% ആകും. അപ്പോൾ ഈ 3%ൻ്റെ 2 വർഷത്തേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ 6 മാസം, രണ്ടാമത്തെ 6 മാസം, മൂന്നാമത്തെ 6 മാസം, നാലാമത്തെ 6 മാസം, ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താ 2 വർഷമാകും.
അപ്പോൾ ആദ്യത്തെ 6 മാസം 1 വർഷത്തെ ഒന്നിച്ചെടുക്കുമ്പോൾ എത്രയാണ് 3 + 3 + 3 × 3/100 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് 6.009% വരും. 6.009% 0.9% വരും. ഇവിടെ എന്താ അത് തന്നെ വരും 6.09% വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടി ചെയ്യണം. 6.09 + 6.09 + 6.09 × 6.09/100. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 12.18% വരും. 12.18% പ്ലസ് ഇത്രയും കൂടെ ഇവിടെ ഞാൻ എന്താ 6 മാത്രം എടുത്ത് ചെയ്യുക. അപ്പോൾ എത്രയാണ് 36/100 വരും. അപ്പോൾ 0.36 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ ഒരു 0.36 കൂടെ ആഡ് ചെയ്യണം. 0.36 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരുന്നത് 14 1 1 4 1 5 2 1 12.54% വരും. ഇനി എന്താ തന്നേക്കുന്ന ഈ എമൗണ്ടിൻ്റെ 12.54% എടുത്താൽ മതി. അപ്പം 50,000 രൂപയുടെ 12.54/100. അപ്പോൾ എത്രയാണ് 12.54 × 5 ചെയ്യുമ്പോൾ എത്രയാണ് 6270 വരും. അപ്പം ഏറ്റവും അടുത്ത് കിടക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ 6275 ഉത്തരം വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് അർണവ് ആൻഡ് ദുർഗ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 33 ഡേയ്സ്. അപ്പോൾ അവർ രണ്ടുപേരും 15 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം എന്താ അർണവ് ജോലി ഇട്ടിട്ട് പോയി. പിന്നെ ദുർഗ തന്നെയാണ് ജോലി ചെയ്തത്. അങ്ങനെ 30 ദിവസം കൊണ്ട് ദുർഗ തന്നെ ആ ജോലി ചെയ്ത് തീർത്തു. അങ്ങനെയാണെങ്കിൽ അർണവ് തന്നെ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ അർണവും ദുർഗയും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാം 33 ദിവസം കൊണ്ട് തീർക്കും. ഇനി എന്താ ഇനി പറഞ്ഞേക്കുന്ന 15 ദിവസം അവർ രണ്ടുപേരും നിന്ന് വർക്ക് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പം A + B ഏതാ 15 വർക്ക് 33 വർക്കിൽ 15 വർക്ക് അവർ രണ്ടുപേരും കൂടെ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും എന്താ 5 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 5/11 വരും. അപ്പോൾ 11 വർക്കിൽ 5 വർക്ക് അർണവും ദുർഗയും കൂടി ചെയ്തു. ബാക്കി 6 വർക്ക് ദുർഗ തന്നെയാണ് ചെയ്തത്. അതായത് 6/11 വർക്ക് ദുർഗ തന്നെ ചെയ്ത് എത്ര ദിവസം കൊണ്ടാണ് റിമൈനിങ് വർക്ക് ഇൻ 30 ഡേയ്സ് എന്ന് പറയുന്നത്. ദുർഗ എലോട്ട് ഫിനിഷ് ദ റിമൈനിങ് വർക്ക് ഇൻ 30 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പം 30 ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് 11 വർക്കിൽ 6 വർക്ക് ചെയ്യാൻ 30 ദിവസം എടുത്തു ദുർഗ തന്നെ. അങ്ങനെയാണെങ്കിൽ 11 വർക്കും ചെയ്യാൻ എത്ര ദിവസം എടുക്കുമായിരുന്നു? അതായത് മൊത്തം വർക്കും ദുർഗ തന്നെ ചെയ്യാൻ എത്ര ദിവസം എടുക്കുമായിരുന്നു? അതായത് 11 × 30 / 6 ചെയ്താൽ മതി. ഇത് വെട്ടുമ്പോൾ എത്ര 6 5 30 വരും. അപ്പം ഇവിടെ 11 വർക്ക് അതായത് മൊത്തം വർക്കും ചെയ്യാൻ ദുർഗ തന്നെ എത്രയാണ് 55 ദിവസം എടുക്കുമായിരുന്നു. ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി. എന്താണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ A + B എന്നുള്ളത് 33 ദിവസം, B തന്നെയുള്ളത് 55 ദിവസം. ഇപ്പോൾ LCM എടുത്താൽ ടോട്ടൽ വർക്കായി. അപ്പം ഇതിൻ്റെ രണ്ടിലും LCM എടുക്കുമ്പോൾ എത്ര ഇതിൻ്റെ രണ്ടിലും കോമൺ മൾട്ടിപ്പിൾ എന്താണ് 11 ഉണ്ട്. അപ്പോൾ × 3 × 11 × 5 55 വരുന്നത്. അപ്പം ഇവിടെ ഒരു 5 കുറവുണ്ട്. അതും കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തോളാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ LCM വരുന്നത്. അപ്പം A + Dയുടെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത് 33. ഇവിടെ 11 × 3 ഉണ്ട്. ഇവിടെ 33 ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് വെട്ടിപ്പോവും 5 എഫിഷ്യൻസി വരും. ഇവിടെ 11 × 5 ഉണ്ട് ഇവിടെ. അപ്പം അത് രണ്ടും വെട്ടിപ്പോയിട്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ എഫിഷ്യൻസി 3 വരും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അർണവിൻ്റെയും ദുർഗയുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5. ദുർഗയുടെ തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3. അപ്പോൾ 5ൽ നിന്ന് 3 പോയാൽ എത്രയാണ് അർണവിൻ്റെ എഫിഷ്യൻസി 2. ഇനി അർണവ് തന്നെ ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അതായത് 11 × 3 × 5 അതായത് 165 11 × 3 × 5 അത് ഡിവൈഡ് ബൈ അർണവിൻ്റെ എഫിഷ്യൻസി അത് എത്ര 2. സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് ഓപ്ഷനിൽ അങ്ങനെ തന്നെ 165/2 ദിവസം എടുക്കും
അറിഞ്ഞവ തന്നെ ആ ജോലി ചെയ്യാൻ. അതാണ് ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, അതായത് ഒരു പുള്ളി 15 പെൻസിൽ 12 രൂപയ്ക്ക് വാങ്ങി, അതിനുശേഷം 12 പെൻസിൽ 15 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ലോസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, 15 പെൻസിൽ വാങ്ങി എത്രയാണ്, 12 രൂപയ്ക്ക്. അപ്പം ഇത് റുപ്പീസ്, ഇത് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതെന്താ, ഇത് കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. ഇനി സെല്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 12 പെൻസിൽ 15 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മളിനി ക്വാണ്ടിറ്റി എല്ലാം സെയിം ആക്കണം. ഇവിടെ എന്താ 15ഉം ഇവിടെ 12ഉം. അപ്പോൾ അത് സെയിം ആക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ, ഇത് ഇൻറ്റു 4 ചെയ്യുക. അത് ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താണ് ഇവിടെ എന്താ ഇൻറ്റു 4 ചെയ്യണം. ഇനി എനിക്ക് ഇത് ഇൻറ്റു 5 ചെയ്താൽ എന്താ, ഇത് ഇൻറ്റു 5 ചെയ്താൽ ഇതിൻ്റെ ഒപ്പം, കാരണം 15 ഇൻറ്റു 4 60ആണ്. 12 ഇൻറ്റു 5 ചെയ്താൽ അത് 60 വരും. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ ഇവിടെ ഇൻറ്റു 5 ചെയ്യണം. അപ്പം ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 15 ഇൻറ്റു 4 ചെയ്യുമ്പം 60 വരും. 12 ഇൻറ്റു 4 ചെയ്യുമ്പം എന്ത് വരും, 48 വരും. ഇതെന്താ, ഇത് 60 വരും. 15 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 75 വരും. എന്താ, അപ്പോൾ ഇത് ക്വാണ്ടിറ്റി വരും, ഇത് RS വരും, റുപ്പീസ് വരും. ഇതെന്താ കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. 48 രൂപയുടെ സാധനം 75 രൂപയ്ക്ക് വിറ്റു. അപ്പം 27 രൂപ നഷ്ടം വന്നു. എത്രയാണ്, 48 ഇൻറ്റു 100 ചെയ്താൽ ലോസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര, ഇത് എന്തായാലും നമുക്ക് ഗെയിൻ അല്ലാതെ മനസ്സിലാവും, ഇതല്ല ഇതുമല്ല. ഇത് ചെയ്യുമ്പോൾ എത്ര, 56.25 വരും. ഇതാണ് ഉത്തരം. ഏതാണ്, ഓപ്ഷൻ 2. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഈ ക്വാണ്ടിറ്റി രണ്ടും സെയിം ആക്കണം. ക്വാണ്ടിറ്റി രണ്ടും സെയിം ആക്കിയാൽ മാത്രമേ എന്താണ് നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ട്രെയിൻ 129 km/h സ്ട്രെയിറ്റ് ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് ഒരു പാരലൽ റോഡിൽ എന്താ ഒരു കാറ് 60 km/h പോവുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിനിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, എത്ര, 943 മീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഹൗ ലോങ് വിൽ ദ ട്രെയിൻ ടേക്ക് ടു ക്രോസ് ദ കാർ കംപ്ലീറ്റ്ലി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്താണ് എന്ത്, 943 എന്നുള്ളത്. അതാണ് എന്ത് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ചെയ്താൽ മതി. അത് എത്ര, 129 60 പോയാൽ 69 കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ, ഇത് ഡിസ്റ്റൻസും ഇത് സ്പീഡും, അപ്പം ടൈമാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെറിയൊരു കുഴപ്പമുണ്ട്, മുകളിൽ കിടക്കുന്ന മീറ്ററിലും താഴെ കിടക്കുന്ന എന്താ km/h. അപ്പോൾ ഇതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ അതാക്കാൻ എന്ത് ചെയ്യണ്ടേ, ഇൻറ്റു 5/18 ചെയ്യണം. അപ്പോൾ ഇത് റെസിപ്രോക്കലായിട്ട് മുകളിൽ പോകുമ്പോൾ എത്ര, 943/69 ഇൻറ്റു 18/5 വരും. ഇവിടെ എന്താ 69-നെ 18 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 6 വരും. 69-നെ 3 കൊണ്ട് വെട്ടുമ്പോൾ 23 വരും. 23-നെ 943 കൂടെ വെട്ടുമ്പോൾ എത്രയാണ്, 41 വരും. അപ്പോൾ എത്രയാണ്, 41 ഇൻറ്റു 6/5 വരും. ഇവിടെ ഇത് ചെയ്യുമ്പം 49.2 വരും എന്ന് പറയുന്നത് ഈക്വൽ ടു ഓപ്ഷൻ 1 49 വരും. കാരണം 49.2 അല്ലേ, 49.5-ന് താഴെയായിട്ട് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 49-ലേക്ക് വരും. അപ്പോൾ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് എന്താ, ഒരു സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 14 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയ 220 cm² ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സിലിണ്ടർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, എത്ര 220 cm² ആണെന്നുണ്ട്. അപ്പം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്ര, 2πRH ആണ്.
അതെന്ന് പറയുന്നത് എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത് 220 cm². അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2 × 22/7 × 7 × h എന്ന് പറയുന്നത് 220 ആണ് പറയുന്നത്. ഇവിടെ 7ഉം 7ഉം കട്ട് ചെയ്ത് പോയി, 2ഉം 220 കൂടെ കട്ട് ചെയ്യുമ്പം ഇവിടെ എത്ര 110 വരും. ഇത് രണ്ട് സൈഡിലും അപ്പോൾ 11 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇത് 110ന് 11 കൊണ്ട് കിട്ടുമ്പോൾ 10 കിട്ടും. അപ്പോൾ 10/2 എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ട് വോളിയം ഓഫ് ദ സിലിണ്ടറാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇക്വേഷൻ πr²h. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ 22/7 × 7 × 7 × 5 വരും. അപ്പോൾ ഒരു 7ഉം കട്ട് ചെയ്ത് പോയി, 35 × 22 വരും. അപ്പം 5 2s are 10, 3 2s are 6 + 5 × 2 എന്ന് പറയുന്നത് എത്ര 16 വരും. പിന്നെ 16 വരത്തില്ല, 17 വരും. ഈ റിമൈൻഡർ കൂടെ കൂട്ടി എന്നിട്ട് റിമൈൻഡർ ഒന്നുകൂടെ മുകളിൽ എഴുതാം. 3 2s are 6, 770 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 770, ഓപ്ഷൻ 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 12 women and 16 men can do a piece of work in 11 days. പിന്നെ each woman take twice as the time taken by the man to do the work. In how many days will 16 men do the same work എന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത്? each woman takes twice the time taken by a man to do the work. വുമൻ്റെ മെന്നിൻ്റെ ടൈമിൻ്റെ റേഷ്യോ എന്താ? 2:1 ആണ്. ടൈമിൻ്റെ റേഷ്യോ 2:1 ആണെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ത് വരും? ഇതിന് നേരെ തിരിഞ്ഞ് വരും, 1:2 വരും. ഇനി അടുത്തായിട്ട് എന്താണ്? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്ന കാര്യമാണ്. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് എന്താണെങ്കിൽ 12 women + 16 men can do a work in 11 days എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വുമൻ്റെ മെൻ്റെ എഫിഷ്യൻസി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 12 × women 1 + 16 × 2 വരും. അപ്പം ഇവിടെ എത്ര പേരുണ്ട്? 12 പേര്. എത്ര പേരുണ്ട് അവരുടെ എഫിഷ്യൻസി ഇൻറ്റു എത്ര ദിവസം നിന്ന് വർക്ക് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ടോട്ടൽ വർക്ക്. അപ്പം ഞാനിവിടെ ഈക്വൽ ടു മാറ്റി ഇൻറ്റു ആക്കാൻ പോകണം. അപ്പം ഇതെന്താ 12 × 1 + 16 × 2 ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 11 ആണ് എൻ്റെ ടോട്ടൽ വർക്ക് വരുന്നത്. അപ്പം 32 10 42, 42 44 × 11 വരും എൻ്റെ ടോട്ടൽ വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടിയതിലേക്ക് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എന്താണ് എത്ര പേരുണ്ട് അവരുടെ എഫിഷ്യൻസി ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്ക് ടൈം കിട്ടും. നമുക്കിവിടെ വേണ്ട എന്താ? ഇവിടെ 16 മെൻ നിന്ന് പണിയുമ്പം എത്ര ദിവസം എടുക്കുന്നത് ചെയ്യുന്നത്. അപ്പം മെന്നിൻ്റെ എഫിഷ്യൻസി റേഷ്യോ നമുക്കറിയാം എത്രയാണ്? 2 എന്നറിയാം. അപ്പോൾ 16 × 2 ചെയ്യുക. ഇത് വെട്ടി കളയുമ്പം എന്താ 1 24, ഇവിടെ 8 വരും. 24ൻ്റെ പകുതി എടുക്കുമ്പോൾ 11 വരും. 22 വരും. 22ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 11 വരും. 11² / 8 വരും. 121/8 ആണ് ആൻസർ വരുന്നത്. നമ്മളിവിടെ എന്താണ് ഒരു ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ചിലപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ എന്താണ് എഫിഷ്യൻസി കിട്ടും. അതുപോലെ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു അവരുടെ എഫിഷ്യൻസി ചെയ്യുവാണെങ്കിൽ ടൈമും കിട്ടും. ഇതെന്താണ്? ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇത് വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഷിഫ്റ്റിലെ.